വെൽക്കം 2026. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സര ആശംസകൾ എല്ലാവർക്കും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി ഈ ഒരു വർഷം 2026 ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ശാന്തിയും നിറഞ്ഞ ഒരു വർഷമായിരിക്കട്ടെ ഈ ഒരു വർഷം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. മുരളി മനോഹര രാധേശ്യാം രാധേശ്യാം ജയ രാധേശ്യാം. മുരളി മനോഹര രാധേശ്യാം രാധേശ്യാം ജയ രാധേശ്യാം. നന്ദകുമാര രാധേശ്യാം രാധേശ്യാം ജയ രാധേശ്യാം. നവനിത ചോര രാധേശ്യാം രാധേശ്യാം ജയ രാധേശ്യാം. രാധേശ്യാം ജയ രാധേശ്യാം രാധേശ്യാം ജയ രാധേശ്യാം. രാധേശ്യാം ജയ രാധേശ്യാം രാധേശ്യാം ജയ രാധേശ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുതുവത്സരാശംസകൾ. വെരി ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷം ആയിരിക്കട്ടെ ആശംസിക്കുന്നു. അപ്പം ഈ 2026 ഇപ്പോൾ യുവാക്കളൊക്കെ ഒരുപാട് റെസൊല്യൂഷൻസ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു പതിവുണ്ട്. അപ്പം നമ്മളിങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് എവിടെയും എത്താതെ അത് ഉപേക്ഷിക്കരുത്. അത് ജീവിതത്തിലുടനീളം നിങ്ങളെടുത്ത തീരുമാനം അത് നല്ലതായിരിക്കട്ടെ. ആ ഒരു തീരുമാനം നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും അതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിനും ആ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ നിന്ന് ഇതെല്ലാം നടത്തി തരും. അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഈ ഒരു പുതുവത്സര പുലരിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഭഗവാനെ സ്മരിക്കുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ ഈ ഒരു വർഷം. അപ്പോൾ നമ്മളൊക്കെ ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ആ ഒരു അനന്ത ശക്തി ആയിട്ടുള്ള ആ ഭഗവാൻ എന്ന് പറയുന്ന ഒരു അനന്ത ബോധശക്തിയാണ്. ആ ഭഗവാനെ അറിയാനുള്ള ഒരു വർഷവും കൂടി ആയിരിക്കട്ടെ ഇത്. കാരണം ഈ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ സ്വയം നന്നാവുക എന്ന് പറയാത്ര. അതായത് വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ സ്വയം നന്നാവുക എന്ന് പിന്നെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ചർച്ചകളും ചാനൽ ചർച്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ ആരോപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും ഓരോ മനുഷ്യനിലുമാണ് ശരിക്കും ചെറിയ ആ ഒരു ചേഞ്ച് അത് വരേണ്ടത്. ആ ഒരു സ്വയം നന്നാവുക എന്ന് പറയുമ്പോൾ തന്നെ ഓരോ മനുഷ്യനും നന്നാകുമ്പോൾ ആ ഒരു ഫാമിലി തന്നെ നന്നാവും. ഒരു ഫാമിലിയിലെ ഓരോരുത്തരും പിന്നെ നല്ല ചിന്തകളിലും നല്ല പ്രവൃത്തികളിലും ഇടപെട്ട് തുടങ്ങിയാൽ ആ ഫാമിലി നന്നായി. ഒരുപാട് ഫാമിലികൾ നന്നാകുമ്പോൾ ഒരു ചെറിയ സമൂഹം നന്നാവും. അതുപോലെ കുറേ സമൂഹങ്ങൾ ചേരുമ്പോൾ പിന്നെ ഒരു രാജ്യവും നന്നാവും. അങ്ങനെ ആ കുറേ രാജ്യങ്ങൾ ചേരുമ്പോൾ ആ ലോകം തന്നെ നന്നായിട്ട് മാറുന്ന കാണാം. അപ്പോൾ ലോകം ഒരുപാട് സംഘർഷങ്ങളും ഒക്കെ ഉള്ള ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മൂല കാരണം അല്ലെങ്കിൽ അത് നമ്മൾ പിന്നെ അന്വേഷിച്ച് പോയാൽ ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോരുത്തരുടെയും ചിന്തകളിലാണ് പ്രശ്നം. അപ്പോൾ ഈ ചിന്തകളല്ലേ ആദ്യം മാറ്റേണ്ടത്. അപ്പോൾ ചിന്തകൾ സംസ്കരിച്ചെടുക്കണം എന്ന് പറയും. അതാണ് ആധ്യാത്മിക യാത്ര. ഓരോരുത്തരുടെയും ഉള്ളിലെ ചിന്തകളെ എങ്ങനെ സംസ്കരിച്ചെടുക്കാം, അതാണ് ഭാരതീയ സംസ്കാരം ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന. കാരണം ലോകത്തിനെ മാറ്റാൻ ഭാരതം പോലുള്ള ഉന്നത സംസ്കാരമുള്ള ഒരു രാജ്യത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഭാരതം ലോക ഗുരുവായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ ലോകം തന്നെ ഭാരതീയ സംസ്കാരത്തിലേക്ക്
എത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പതുക്കെ പതുക്കെ ഇറ്റ് ഈസ് എ ഗ്രാജുവൽ പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ലോകം ഇങ്ങനെ കലികാലമാണ് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ തന്നെ പരസ്പരം കുറ്റപ്പെടുത്തുകയും ദേഷ്യപ്പെടുകയും കാമവും ക്രോധവും ലോഭവും മോഹവും ഒക്കെ നമ്മൾ ഷഡ്വൈരികളെ നമ്മൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ കുറച്ച് നേരം അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ കുറച്ച് നേരം നമ്മൾ ശാന്തമായിട്ട് ഓരോ പ്രശ്നവും എന്ത് എന്ന് ആലോചിച്ച് നോക്കൂ. പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആലോചിക്കാനോ ശാന്തമായിട്ട് അതിനെ അനലൈസ് ചെയ്യാനോ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തന്നെ ഇരിക്കുന്നത്. അല്ലാതെ ലോകത്തിൻ്റെ പ്രശ്നമല്ല ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിലേക്ക് നോക്കിയിട്ട് ആ ഒരു പ്രശ്നത്തിനുള്ള ഉത്തരം, എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം അവരവരുടെ ഉള്ളിലുണ്ട്. ഈ ഒരു വലിയ അറിവാണ് നമുക്ക് ഭാരതീയ സംസ്കാരം തരുന്നത്. അപ്പോൾ ആ ഒരു ചിന്തകളിലേക്ക് എത്താൻ ശ്രമിക്കുക. മാത്രമല്ല ഇപ്പോൾ നാരായണ ഭട്ടതിരിപ്പാട് മേൽപ്പത്തൂർ എന്ന് പറയുന്ന മഹാഗുരു നമുക്ക് തന്ന നാരായണീയം തന്നെ പറയുന്നുണ്ട്. ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു അനന്തശക്തി, അതിനെ തിരിച്ചറിയേണ്ടതാണ് നമ്മൾ. അപ്പോൾ കാരണം ഭഗവാൻ നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഒരു ഉള്ളം കയ്യിൽ നെല്ലിക്ക എന്ന പോലെയാണ്. അതായത് ഏവം ദുർലഭ്യ വസ്തുനബി സുലഭതയാ ഹസ്തലബ്ധേയതന്യത് തന്വാ വാചാദിയാവ ഭജതിപദ ജന ക്ഷുദ്രത ഏവ സ്ഫുടേയം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ കൈക്കുള്ളിൽ തന്നെയാണ് ആ ഒരു എല്ലാ കാര്യവും ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭഗവാൻ എവിടെയെന്ന് ചോദിച്ചാൽ ഇത്രയും സുലഭമായിട്ട് നമുക്ക് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ അന്യത് ഭജതി എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റ് പല കാര്യങ്ങളെ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഒരു സുഖവും സന്തോഷവും ലഭിക്കാത്തത്. അപ്പോൾ ആ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം അത് തന്നെയാണ് ഭഗവാൻ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ ആ ഒരു പിന്നെ ഈശ്വരനെ അറിയുന്ന ആ ഒരു നമ്മുടെ യാത്ര അത് സുഗമമായി തീരും. അതുകൊണ്ടാണ് ഏവം ദുർലഭ്യ വസ്തുനബി സുലഭതയ ഹസ്തലബ്ധേ യതന്യത്. നമ്മുടെ കൈക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ സുലഭമായിട്ടുള്ള ആ ഭഗവാനെ അറിയാതെ അന്യത് ഭജതി, അത് ക്ഷുദ്രതയാണ്. അതിൽ നിന്ന് കുറേ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒന്നിലും തളരാതെ ഉറച്ചു നിൽക്കുന്നവൻ എല്ലാത്തിലും ജയിക്കും എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടെ ഈ ഒരു 2026 സന്ദേശമായിട്ട് തരാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒന്നിലും തളരാതെ ഉറച്ചു നിൽക്കുന്നവന് മാത്രമാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുക എന്ന് യുവാക്കളോടും പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീന അനേകാവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ഒരു ഉറച്ച നിഷ്കമ്പനം, അതായത് നിഷ്കമ്പനായിട്ടും നിത്യപൂർണനുമൊക്കെയാണ് ഭഗവാൻ തന്നെ. അതിൻ്റെ ഒരു സ്വരൂപമാണ്, നിഷ്കമ്പനാണ്. ഒന്നിലും തളരാത്ത, ഒന്നിലും ചലിക്കാത്ത, ഒന്നിലും കമ്പനം ചെയ്യാത്ത, ഒന്നിലും ഇളകാത്ത ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളത്. ആ ഭഗവാൻ തന്നെയാണ് നമ്മളായി നിലനിർത്തുന്ന ആ ഒരു ആത്മചൈതന്യം. അപ്പോൾ അത് ഉള്ളിലുണ്ടാവും. പിന്നെ എന്തിനും തളരേണ്ട ആവശ്യം. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. അതാണ്. അപ്പോൾ ഒരു ചെറിയ കീർത്തനം ഭഗവാന് സമർപ്പിക്കാം. ആദ്യം ഹരിസുന്ദര നന്ദ മുകുന്ദ ഹരിനാരായണ ഹരി ഓം. ഹരിസുന്ദര നന്ദ മുകുന്ദ ഹരിനാരായണ ഹരി ഓം. ഹരിസുന്ദര നന്ദ മുകുന്ദ ഹരിനാരായണ ഹരി ഓം. ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഹരി ഓം. ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഹരി ഓം. ഹരിസുന്ദര നന്ദ മുകുന്ദ ഹരിനാരായണ ഹരി ഓം. ഹരിസുന്ദര നന്ദ മുകുന്ദ ഹരിനാരായണ ഹരി ഓം. ഹരിനാരായണ ഹരി ഓം. വനമാലി മുരളീധാരി
അപ്പോൾ ആ വനമാലിയായിട്ടുള്ള മുരളീധാരിയായിട്ടുള്ള ആ ഭഗവാനെ നമിച്ചുകൊണ്ട് നമുക്ക് നാരായണീയത്തിലെ കേശാദിപാദ വർണ്ണന അവസാനത്തെ 100-ാം ദശകം നിന്ന് പാരായണം ചെയ്യാം. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വ്യാഴാഴ്ചയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും 2026 ശാന്തിയും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു നല്ല വർഷമായിരിക്കട്ടെ. വെൽക്കം 2026 പുതുവത്സര ആശംസകൾ. വെരി ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. അപ്പോൾ നമുക്ക് ഒന്ന് പാരായണം ചെയ്യാം. 100-ാം ദശകം ഗുരുവായൂരപ്പൻ്റെ കേശാദിപാദ വർണ്ണനം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഗണേശായ നമ, സരസ്വതി നമ. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. 100-ാം ദശകം ഭഗവാന്റെ കേശാദിപാദം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ വലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈർ ആവീതം നാരദാദ്യൈർവിലസതുപനിഷത്സുന്ദരീമണ്ഡലൈശ്ച നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയശ്ചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരഷ്ട്രഗ്നിവീതം തവ പൃഥുഗപരി ഭാരമാലോകൈഹം സ്നിഗ്ധശ്വേതോർദ്ധപുണ്ട്രാമി അഭിജ സുലളിതാം ബാലഭാലേന്ദുവീതിം ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരി ചഞ്ചലദ്ഭ്രൂവിലാസൈർ ആനീലസ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രച്ഛായം വിശാലാരുണകമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ ഉത്തുംഗോലാസിനാസം ഹരിമണിമുകുരപ്രോലസദ്ഗണ്ഡപാളി വ്യാലോലത്കർണപാഷാഞ്ചിതമകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദ്ദന്തപങ്ക്തിസ്ഫുരതരുണതരച്ഛായ ബിംബാദരാന്തഃ പ്രീതിപ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസതാം മേ ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാ ശോണപാണിപ്രവാളേ നൗപാത്താം വേണുനാളിം പ്രസുധനഖമയൂഖ അങ്കുലീസംഘഷാരാം കൃത്വാ വക്ത്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈः ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈः സിഞ്ച മേ കർണവീഥിം ഉത്സർപ്പത്കൗസ്തുഭശ്രീദതിഭിരാരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരസം ഉദ്ദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലീസലയനീം വന്യമാലാം വിലോല ലോലാംഭാം ലംബമാനാം ഉരസിതവ തഥാ ഭാവയേ രത്നമാലാം അംഗേ പഞ്ചാംഗരാഗൈരതിശയവികസത്സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിദതിമഭികൃശാം ബിഭ്രതം മധ്യവല്ലിം ശക്രാശ്മ അന്യസ്തത്തോജ്വലകനകനിഭം പീതചേലം ദദാനം ധ്യായാമോ ദീപ്തരശ്മിസ്ഫുടമണിരശനാം കിങ്കിണീമണ്ഡിതം ത്വാം ഊരുചാരു തവോരുഖനമസൃണരുജോ ചിത്തചോരോരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭോ പീതചേലാവൃതാംഗോ ആനമ്രാണാം പുരസ്താന്യസന ധൃതസമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ചക്രമ മൃദുല മനോജ്ഞേ ച ജംഗേ നിഷേവേ മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജത്പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നഘാര ഹിമകരജ്യോത്സ്നയാ ചാർഷിതാനാം സന്താപദ്വാന്തഹന്ത്രീം തദിം അനുകലയേ മംഗലാമംഗുലീനാം യോഗീന്ദ്രാണാം തദംഗീഷദിയസമുദരം മുക്തിവാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാദത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ
ഹത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം അജ്ഞാത്വാ തേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥക്ഷമേത സ്തോത്രം ചേതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേദാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാമായുരാരോഗ്യസൗഖ്യം. ആയുരാരോഗ്യസൗഖ്യം സർവത്ര സർവദാ സർവേഷു ആയുരാരോഗ്യസൗഖ്യം. ഭഗവാനോട് നമുക്ക് അഭ്യർത്ഥിക്കാം. എങ്ങനെയാണോ മേൽപ്പത്തൂർ എന്ന മഹാഗുരു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയാണല്ലോ മേൽപ്പത്തൂർ എന്ന മഹാഗുരു തൻ്റെ വാതരോഗം നിശേഷം മാറിക്കിട്ടാൻ വേണ്ടി കഠിനമായ വേദനയിൽ പോലും ഭാഗവതത്തെ സംക്ഷിപ്ത രൂപത്തിലാക്കി 100 ദശകങ്ങളിലാക്കി ഭഗവാന് സമർപ്പിച്ചു. ആ ഒരു അതിലൂടെ ഭഗവാൻ തന്നെ ഭേഷജവും ഭിഷക്കുമായി മാറിയെന്ന്, ഭഗവാൻ തന്നെ വൈദ്യനുമായി മരുന്നുമായി മാറിയ ഒരു അത്ഭുതമാണ് നമ്മളവിടെ കണ്ടത്. ആ ഭഗവാനോട് ഈ ഒരു പുതുവർഷം വളരെ നല്ലതായിട്ട് എല്ലാവർക്കും നല്ല ഒരു പുതുവർഷമാവട്ടെ. എല്ലാ ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയും അതുപോലെ ഐശ്വര്യവും സമ്പത്തും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു 2026 ആശംസിക്കുന്നു. വെരി ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ആൻഡ് ഒരു പുതുവത്സരം, ഒരു സന്തോഷം നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം ഹരേ കൃഷ്ണ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭഗവാനോട് അഭ്യർത്ഥിക്കാം, അല്ലെങ്കിൽ അപേക്ഷിക്കാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.